ഉപ്പ വാങ്ങി നൽകിയ പ്രാവിൽ നിന്നും തുടങ്ങിയതാണ് കണ്ണൂർ മാട്ടൂൽ സ്വദേശി സാബിറിന്റെ വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹം. അതിപ്പോൾ വളർന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉരഗങ്ങളുടെയും അപൂർവ കേന്ദ്രമായി മാറി. വ്യത്യസ്തമായതും അപൂർവമായതുമായ പെറ്റ്സിൻ്റെ ഒരു അത്ഭുത ലോകം. അതാണ് കണ്ണൂർ മാട്ടൂലിലെ പെറ്റ് സ്റ്റേഷൻ. ഒരു യുവാവ് തൻ്റെ കൗതുകം കൊണ്ട് ആരംഭിക്കുകയും പിന്നീട് അതൊരു വലിയ ലോകമായി മാറുകയും ചെയ്ത ഒന്നാണ് പെറ്റ് സ്റ്റേഷൻ. ലോകത്തെമ്പാടുമുള്ള വ്യത്യസ്ത പെറ്റ്സിനെ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇതൊരു ചെറിയ എഫേർട്ടല്ല എന്നുള്ളത്. ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഓണർ ഉടമ സാബിർ നമുക്കിപ്പോൾ ഉണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. നമസ്കാരം. അടിച്ച എല്ലാവരും നോക്കുന്നു. ഇതൊരു ഇന്തോനേഷ്യൻ സ്വദേശിയാണ്. അംബ്രല്ല കൊക്കറ്റ് എന്ന പേര്. നമ്മൾ വിളിക്കുന്നത് ജെമ്മിന്നാണ്. ജെമ്മിന്ന് വിളിച്ചാലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പറന്നു വരും. ഇത് നമ്മൾ ചിറവൊന്നും ട്രിം ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പുള്ളി പിന്നെ ഒരു കുഴപ്പമില്ല, പറക്കാനൊക്കെ പറ്റും. എല്ലാവർക്കും പെറ്റ്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ഭ്രാന്തം, അങ്ങനെ ഇതിനെ പറയാം. ചെറിയ ഭ്രാന്തല്ല അതെന്ന് പറഞ്ഞത്. സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ചെറിയ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം വലുതാണ്. പിന്നെ നമ്മൾ ഇതിന് എന്താ പറയുക, ചില ആൾക്കാർ ചില മേഖലയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ നമുക്ക് പറഞ്ഞൊരു മേഖലയാണിത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് പതുക്കെ വളരെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊന്നും പറയാൻ പറ്റില്ല, വളരെ എൻജോയ് ചെയ്തിട്ട് ഇടം വരെ എത്തിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് അരാപ്പയ്മ ഫീഡിങ് ആണ്. അരാപ്പയ്മന് ഫീഡ് ചെയ്യാനാണ് പോകുന്നത്. അവർ നല്ല ചാടി എടുക്കും. ഇതാ പെറ്റ്സിന് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രാവിനെ വാങ്ങിച്ചെന്നതാണ് തുടക്കം. അതിൽ നിന്ന് പിന്നെ അത് ജീവിതകാലം മുഴുവനും ഒരു സമയം പോലും ഇല്ലാതിരുന്നിട്ടില്ല. അത് ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഏതിനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വളർത്താനും പെറ്റ് ചെയ്യാനും ഓമനിക്കാനൊക്കെ തോന്നും. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ശരിക്കും അതിനെ ബ്രീഡ് ചെയ്യുമ്പോഴാണ്. അതിലാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. പിന്നെ അതുപോലെ നമ്മളെ കാണുമ്പോൾ അവർ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ചെറിയ ജീവികളടക്കം എല്ലാം ഇപ്പോൾ നമ്മളടുത്ത് ചെറിയ പ്രാണി, കൂറ, പാറ്റ മുതൽ നമ്മുടെ മെക്കാവും കുതിര ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒട്ടകമുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായിട്ട് അങ്ങനെ എണ്ണം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ നമുക്കറിയും. ഇതാണ് ജേക്കബ് ഷീപ്പ്. ഇതിന് പ്രത്യേകത ഉണ്ട്. 4 കൊമ്പാണ്, മേലെ 2, താഴെ 2. സ്വപ്നം എന്ന് പറയുന്നത് ഇത് ഒരവസാനിക്കാത്ത ലോകമാണ്. ഇത് നമ്മളെ ഓരോന്നിനെ കൊണ്ടുവരുമ്പോൾ പിന്നെയും പുതിയ സാധനത്തിനെ കാണും. അപ്പോൾ എനിക്കൊന്നും എൻ്റെ ഈ ആയുസ് കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹങ്ങൾ തീരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകൾ. സാബിർ തൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. അതാണ് ഒരു വലിയ സംരംഭമായി തന്നെ മാറിയത്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാഴയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.